ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കമ്പോണൻറ്റുകളെ കുറിച്ചാണ്. ഫിഗ്മയിൽ കമ്പോണൻറ്റുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കമ്പോണൻറ്റുകൾ സാധാരണയായി ഫിഗ്മയിൽ യൂസ് ചെയ്യുന്നത് റീയൂസ് ചെയ്യാനായിട്ടാണ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ഈ കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. നോർമലി നമ്മൾ ഒരുപാട് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബട്ടൺ ഉണ്ടാക്കിയിട്ട് അടുത്ത പേജിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും അതുപോലെ തന്നെ ബട്ടൺ സ്ക്രാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ തന്നെ വീണ്ടും റീയൂസ് ചെയ്താൽ മതി. അതിനൊരു മാസ്റ്റർ ബട്ടൺ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഈ കമ്പോണൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാസ്റ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് വീണ്ടും റീയൂസ് ചെയ്യുക. അതാണ് ഈ ഒരു കമ്പോണൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബട്ടൺസ് അല്ലെങ്കിൽ നമുക്ക് സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഡിസൈനിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് മറ്റ് പല ഡിസൈൻസ് നമുക്കിങ്ങനെ ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈൽസിൻ്റെ ഡിസൈന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ലൈഡറിൻ്റെ ഡിസൈന്, പല പേജിലും സ്ലൈഡർ ഒരേപോലെയുള്ള സ്ലൈഡർ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് കമ്പോണൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ടൈം ഒരുപാട് നഷ്ടപ്പെടാണ്ട് നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ കമ്പോണൻറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ള വീഡിയോയിൽ പറയുന്നത് പോലെ ഓട്ടോ ലേഔട്ടൊക്കെ കൊടുത്ത് സാധാരണ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടനെ നമുക്ക് കമ്പോണൻ്റ് ആക്കി അതിനെ റീയൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കമ്പോണൻ്റ് ആക്കുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പോണൻ്റ് ആക്കാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഈ ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മുകളിൽ നമ്മുടെ ഫിഗ്മയുടെ സ്ക്രീനിന് മുകളിൽ ക്രിയേറ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കമ്പോണൻ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് നമുക്കിവിടെ ക്രിയേറ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പിൽ നിന്നും ചെയ്യാം. Ctrl+Alt+K ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. ഞാനിവിടെ ടോപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് ചെയ്യുകയാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടുത്തെ ലെഫ്റ്റിലുള്ള ഐക്കൺസ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലേയേഴ്സിൻ്റെ ഇവിടെയുള്ള ഐക്കൺസും ചേഞ്ച് ആയതായിട്ട് കാണാൻ പറ്റും. ഇത് ഒരു സ്ക്വയർ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു 4 സ്ക്വയറിൻ്റെ ഐക്കണാണ്. അതേസമയം ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഐക്കൺ ഓട്ടോ ലേഔട്ടിൻ്റെ ഐക്കൺ ആയിരുന്നു. Ctrl+Z അടിച്ചപ്പോൾ കാണാൻ പറ്റും, ഇവിടെ ബട്ടൻ്റെ ഐക്കൺ ഒരു ഓട്ടോ ലേഔട്ടിൻ്റെ ഒരു ഐക്കണാണ്. ബാർ 3 ചേർത്ത് വെച്ച പോലെ ഒരു ഐക്കണാണ്. അപ്പോൾ ഈ ഓട്ടോ ലേഔട്ടിൻ്റെ ഐക്കൺ നമ്മൾ കമ്പോണൻ്റ് ആക്കുന്ന സമയത്ത് ജസ്റ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇത് എന്താണ് കമ്പോണൻ്റ് ആണ് എന്ന് തിരിച്ചറിയാനായിട്ട്. ഈ ഒരു ഐക്കൺ കൊണ്ട് മനസ്സിലാവും. അതുപോലെ കളർ വയലറ്റായി മാറുന്നതും കാണാം. ഈ ഒരു ബ്ലൂ കളർ വയലറ്റായി മാറുന്നതും കാണാം. അപ്പോൾ ഞാൻ കമ്പോണൻ്റ് വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഐക്കണും വന്നു, അതുപോലെ കളർ മാറി. ഇതാണ് മാസ്റ്റർ കമ്പോണൻ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഐക്കണോട് കൂടി വരുന്ന ഒരു ഒബ്ജക്റ്റ് ആകുന്നു ഇത്. അപ്പോൾ ഇതാണ് ഈ മാസ്റ്റർ കമ്പോണൻ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അസറ്റ് കാണാൻ പറ്റും. ഇത് മൗസ് കൊണ്ട് വെച്ചിട്ട് ഓൾട്ട് പ്രസ് ചെയ്യുക, അപ്പോൾ ഒരു കോപ്പി എടുക്കാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അസറ്റ് കിട്ടും. ഈ അസറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ അസറ്റാണ് നമ്മൾ വീണ്ടും ഡിസൈനിൽ റീയൂസ് ചെയ്യുന്നത്. ഇതുപോലെ അസറ്റുകൾ എടുത്തിട്ടാണ് റീയൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അസറ്റ് ആണെങ്കിൽ ഇതിൻ്റെ കളറ് വയലറ്റ് കളറാണ് ഈ ഒരു ഔട്ട്ലൈൻ വരുന്നത്. അപ്പോൾ ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അസറ്റ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. അവിടുന്ന് നമുക്ക് ഈ ഒരു ഐക്കൺസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കണ്ടു, ഇവിടെ അസറ്റിൻ്റെ അകത്ത് ഈ ഒരു ബട്ടൻ്റെ പേര് ഉൾപ്പെടെ, ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ഫ്രെയിമിൻ്റെ പേര് അതെല്ലാം ഉൾപ്പെടെ ഇവിടെ നമുക്ക് അസറ്റ് കിട്ടും. ഇത് ഡ്രാഗ് ചെയ്തിട്ടും നമുക്ക് ഈ അസറ്റിനെ റീയൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഏത് പേജ് വേണമെങ്കിലും ഇതുപോലെ ഡ്രാഗ് ചെയ്തിടാം. ഈ ഒരു ഒറ്റ ബട്ടൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ അസറ്റ് വീണ്ടും റീയൂസ് ചെയ്യുന്നു. ഇതെല്ലാ പേജുകളിലും നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിച്ചുകൊള്ളുക,
ഇതിൻ്റെ ടോപ്പിലുള്ള ഇതിൻ്റെ ഈ ഒരു എന്താണ് കോമൺ ആയിട്ടുള്ള ഈ ഒരു കമ്പോണൻറ്റിൽ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കളർ മാറ്റിയാൽ നമുക്ക് നമ്മുടെ അസറ്റിലെ കളറുകളെല്ലാം ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ മെയിൻ മാസ്റ്റർ കമ്പോണൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വലതുവശത്ത് നമുക്ക് കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇപ്പോൾ കളറ് ഞാൻ ജസ്റ്റ് ഒരു ബ്ലൂയിലേക്ക് ചേഞ്ച് ചെയ്തു, അല്ല ഒരു സിയാൻ പോലൊരു കളറാണ്, അതിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ എല്ലാ അസറ്റുകളും കളർ ചേഞ്ച് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു അതെല്ലാം ഇവിടെ ചേഞ്ച് ആവുന്നതാണ്. ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടി ബോൾഡ് മാറ്റി ഞാൻ മീഡിയം ആക്കി, അപ്പം അതും ഇവിടെ എല്ലാം ചേഞ്ച് ആവും. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടൻ്റെ സ്റ്റൈല് പെട്ടെന്നൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഈ മാസ്റ്ററിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ചേഞ്ച് ആക്കാൻ പറ്റും. ഒരുപാട് വലിയൊരു ഡിസൈൻ ആണെങ്കിൽ നമുക്ക് എല്ലാ ബട്ടണും ഓരോ ടൈപ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബട്ടണും പിന്നെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലയൻറ്റ് പറയുകയാണ് ഈ ബട്ടൻ്റെ സ്റ്റൈല് മാറ്റണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസ്റ്റർ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇപ്പം നമുക്കിങ്ങനെ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം, അതുപോലെ സൈസ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതിൽ സെലക്ട് ചെയ്ത് നമ്മൾ ഓട്ടോ ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോ ലേഔട്ടിലാണ് ഈ ബട്ടൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ പാഡിങ് ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ നമുക്ക് പെട്ടെന്ന് ഡിസൈൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുള്ളത്, ഈ ഒരു ചേഞ്ച് നമ്മൾ ചെയ്തു, ഇനി നമുക്ക് ഈ ഒരു അസറ്റിൻ്റെ കളറ് ഒന്ന് ഓവർറൈഡ് ചെയ്യണം. പർട്ടിക്കുലറായിട്ട് ഈ ഒരു അസറ്റിന് മാത്രം ഒരു കളർ ചേഞ്ച് വേണമെന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അസറ്റ് സെലക്ട് ചെയ്യുക. അസറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഫിൽ കളർ ഒന്ന് ഓവർറൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അസറ്റിന് മാത്രമായിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫോണ്ട് ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഓവർറൈഡ് ചെയ്തും നമുക്ക് ഈ ഒരു അസറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു അസറ്റിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തു, ഇതിന് റീസെറ്റ് ചെയ്യണം, ഈ ഒരു പഴയ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ഓൾ ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു ടോപ്പിലൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ മോഡിലേക്ക് തന്നെ പോകും. കമ്പോണൻ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് നോളജാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നത്. ഇനി കമ്പോണൻ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാക്ടീസുകളുണ്ട്. അതുപോലെ ഡിസൈൻ സിസ്റ്റത്തിൽ നമുക്ക് കമ്പോണൻ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെ, അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം.